പ്രിയമുള്ളവരെ, ആദാബ്. കേട്ടൊരു പരിശീലനവുമായി ബന്ധപ്പെട്ട് അസ്നാഫെ സുഹൻ മസ്നവിയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉറുദു में मसनवी निगारी का आगाज़ किस इलाके से हुआ? उर्दू में मसनवी निगारी का आगाज़ किस इलाके से हुआ? ഓപ്ഷൻസ്: ഗുജറാത്ത്, ദക്കൻ, ബംഗാൾ, ലക്നൗ. ഉറുദു മസ്നവിയുടെ ആരംഭം ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വരുന്നത് ദക്കനാണ്. രണ്ടാമത്തെ ചോദ്യം, ഉറുദു की पहली मसनवी किसे तस्लीम किया जाता है? കുത്തുബ് മുശ്തരി, കദം റാവു, പദം റാവു, ഗുൽഷനെ ഇഷ്ക്, നൗസർഹാർ. ഉറുദുവിലെ ആദ്യത്തെ മസ്നവിയായി അംഗീകരിക്കുന്നത് ഏതിനെയാണ്? ഉത്തരം നമുക്കറിയാം, കദം റാവു, പദം റാവു ആണ് ഉത്തരം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, കദം റാവു, പദം റാവു കിസ് ഷായറിനെ ലിഖി? ഓപ്ഷൻസ്: മുല്ല വജിഹി, ഫഖ്റുദ്ദീൻ നിസാമി ബേദരി, നുസ്രത്തി, ഇബ്ൻ നിഷാത്തി. കദം റാവു, പദം റാവു എഴുതിയത് ഫഖ്റുദ്ദീൻ നിസാമിയാണ്. നാലാമത്തെ ചോദ്യം, दक्कन में मसनवी की तरक्की किन सल्तनतों में हुई? दक्कन में मसनवी की तरक्की किन सल्तनतों में हुई? ऑप्शंस: आदिल शाही और कुतुब शाही, मुगलिया और तुगलक, निज़ाम शाही और लोवती, सയ്യിദ് और ഖിൽജി. ഏത് ഭരണകാലത്താണ് ദക്കനിൽ ഉറുദു മസ്നവിക്ക് വികാസം ഉണ്ടായതെന്നുള്ളതാണ്. ഇവിടെ ഉത്തരം വരുന്നത് ആദിൽ ഷാഹി और കുതുബ് ഷാഹി ആണ് ഉത്തരം. അടുത്തത്, മസ്നവി के मुतालिक गलत बयान कौन सा है? മസ്നവിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ചിലപ്പോൾ മസ്നവി കെ മുതാലക്ക് സഹി ബയാൻ കോൻ സാഹ എന്നായിരിക്കും, ചിലപ്പോൾ മസ്നവി കെ മുതാലക്ക് ഗലത്ത് ബയാൻ കോൻ സാഹ എന്നാവും, ചിലപ്പോൾ മസ്നവി കെ മുതാലക്ക് കോൻ സാ ബയാൻ സഹീഹ് നഹി ഹെ. അപ്പം അങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പെട്ടെന്ന് ചോദ്യം കൃത്യമായി വായിക്കാതെ ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ആ മസ്നവിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന, കോയി ഖിസ്സ യാ കോയി വാക്യ തസൽസുൽ കെ സാത്ത് ബയാൻ കർത്താ ഹെ. ഏതെങ്കിലും ഒരു കഥയോ സംഭവമോ തുടർച്ചയായി വിവരിക്കുന്നതാണ് മസ്നവി. അടുത്തത്, ലംബി ബാത് കോ തഫ്സീൽ സെ കർനെ കി ഗുഞ്ചായിഷ്. നീണ്ട കഥകളൊക്കെ വിശദമായിട്ട് പറയാനുള്ള സൗകര്യം മസ്നവിക്കുണ്ട്. ഹാരി നെ ഈ സിൻഫ് കോ സബ്സെ ജ്യാദ കാറാമത് ബത്തായ ഹെ. മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി ഈ കാവ്യശാഖയെ ഏറ്റവും ഉപകാരപ്രദമായ ഒന്നായി പറഞ്ഞിട്ടുണ്ട്. മസ്നവി കാ ഹർ ഷേർ കാ കാഫിയ और റദീഫ് ഏക് ഹി ഹോത്താ ഹെ. മസ്നവിയുടെ ഓരോ ഷേറിൻ്റെയും കാഫിയയും റദീഫും ഒന്നായിരിക്കും. ഇതിൽ മസ്നവിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മസ്നവിയിൽ വലിയ കിസ്സകളും അതേപോലെ തന്നെ സംഭവങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്നതാണ് മസ്നവി. അപ്പോൾ ഏ ശരിയാണ്. രണ്ടാമത്തെ, ലംബി ബാത് കോ തഫ്സീൽ സെ കർനെ കി ഗുഞ്ചായിഷ്. വളരെ ദീർഘമായ സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സൗകര്യം മസ്നവിക്കുണ്ട്, അതും ശരിയാണ്. മൂന്നാമത്തത്, ഹാലി നൈ സിൻഫ് കോ സബ്സെ ജ്യാദ കാറാമത് ബത്തായ ഹെ. മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി സബ്സെ ജ്യാദ കാറാമത് സിൻഫ് എന്ന് പറഞ്ഞത് മസ്നവിയാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. മസ്നവി കെ ഹർ ഷേർ കാ കാഫിയ और റദീഫ് ഏക് ഹി ഹോത്താ ഹെ. മസ്നവിയുടെ ഓരോ ഷേറിൻ്റെയും കാഫിയും റദീഫും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഡി ആണ്. കാരണം മസ്നവി നമുക്കറിയാം, മസ്നവിയിലെ ഓരോ ഷേറിനും വ്യത്യസ്ത കാഫിയും റദീഫുമാണ് ഉണ്ടാവുക. ഗസലിനെ പോലെ എല്ലാ ഷേറിൻ്റെയും കാഫിയും റദീഫും ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ. ആറാമത്തെ ചോദ്യം, മീറാഞ്ചി ഷംസുൽ ഉഷാഖിക്ക് സൂഫിയാന മസ്നവിയ. മീറാഞ്ചി ഷംസുൽ ഉഷാഖിൻ്റെ സൂഫിയാന മസ്നവികൾ ഏതൊക്കെയാണ്? ഖുഷ്നാമ, ഖുഷ്നഗസ്, സൈഫുൽ മുലൂക്ക് വബദിയുൽ ജമാൽ, ഫൂൽബൻ, ഗുൽഷനെ ഇഷ്ക്, കദം റാവു, പദം റാവു, നൗസർഹാർ. ഇതിൽ മീറാഞ്ചിയുടെ വരുന്നത് ഖുഷ്നാമ, ഖുഷ്നഗസ് ആണ് മീറാഞ്ചിയുടെ മസ്നവികളും. ഓക്കെ. അടുത്തത്, നുസ്രത്തിക്ക് റസ്മിയ മസ്നവി കൊൻസി ഹെ. നുസ്രത്തിയുടെ റസ്മിയ മസ്നവി. റസ്മിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യുദ്ധവുമായി ബന്ധപ്പെട്ട മസ്നവികൾക്കാണ് റസ്മിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നുസ്രത്തി എഴുതിയ റസ്മിയ മസ്നവി ഏതാണ്? അത് ഇബ്രാഹിം നാമ, സബ്രസ്, അലി നാമ, ഖാവർ നാമ. അപ്പോൾ ഇതിൽ നുസ്രത്തി എഴുതിയ മസ്നവി അലിനാമയാണ്. അലിനാമ റസ്മിയാണ്, യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ. എട്ടാമത്തത്, ഇബ്നു നിഷാത്തിക്ക് മസ്നവി. ഇബ്നു നിഷാത്തിയുടെ മസ്നവി ഏതാണ്? തൂത്തി നാമ, ഫൂൽബൻ, ഖാവർ നാമ, കുത്തുബ് മുഷ്തരി. അപ്പോൾ ഇബ്നു നിഷാത്തിയുടെ മസ്നവി ഫൂൽബനാണ് ഇബ്നു നിഷാത്തിയുടെ മസ്നവി. ഒമ്പതാമത്തെ ചോദ്യം, നൗസർഹാർ കാ മൗസു റുമാനവി ദാസ്താൻ, തൂത്ത സുനായി ദാസ്താനെ, വാക്കിയ കർബല, ബാദ്ഷാ കി മദ്ഹ്. നൗസർഹാർ എന്നുള്ളത് നമുക്കറിയാം അഷ്റഫ് ബയാബാനിയുടെ മസ്നവിയാണ്. അപ്പോൾ അതിൻ്റെ മൗസു എന്താണ്, വിഷയം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് വാക്കിയ കർബല യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നൗസർഹാറിൽ വിവരിക്കുന്നത്. പത്താമത്തെ ചോദ്യം, ഇബ്രാഹിം നാമ കിസ് ഷായർ കി തസ്നീഫ്. ഇബ്രാഹിം നാമ കിസ് ഷായർ കി തസ്നീഫ്? മുല്ല വജിഹി, അബ്ദുൽ ഖവാസി, ഖാൻ റുസ്തമി. ഉത്തരം വരുന്നത് അബ്ദുലാണ് ഇബ്രാഹിം നാമ എഴുതിയിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, മസ്നവി കിസ് ജബാൻ കാ ലഫ്സ് ഹെ? ഹിന്ദി, അറബി, ഫാർസി, തുർക്കി. അപ്പോൾ മസ്നവി അറബി ഭാഷയിൽ നിന്നുള്ള പദമാണ്. ഓക്കെ. 2 എന്നർത്ഥം വരുന്ന പദമാണ് മസ്നവി. ഓക്കെ. 12, ലംബെ ഖിസ്സ ബയാൻ കർനെ കെ ലിയെ മസ്നവി മൗസൂം ക്യോं? ഏക് കാഫിയ, ഗസൽ ജൈസി റദീഫ്, കാഫിയ ബദൽനെ കി സുഹൂലത്ത്, സിർഫ് മസ്ഹബി മൗസൂആത്ത്. അപ്പോൾ ലംബെ ഖിസ്സ ബയാൻ കർനെ കെ ലിയെ മസ്നവി മൗസൂം ക്യോं? എന്തുകൊണ്ടാണ് ദീർഘമായ കഥകൾ വിവരിക്കാൻ മസ്നവി അനുയോജ്യമാണ് എന്ന് പറയുന്നത്? ഓപ്ഷൻ: ഏക് കാഫിയ. ഏക് കാഫിയ അല്ല, ഒരേ കാഫിയ ആണെങ്കിൽ പിന്നെ വലിയ
കിസ്സ അവതരിപ്പിക്കാൻ പ്രയാസമാണ് ചെയ്യുക. ഗസൽ ജയ്സി റദീഫ്, ഗസലിനെ പോലെയുള്ള റദീഫ് ആയതുകൊണ്ട് അപ്പോൾ ഒന്നും ശരിയല്ല. കാഫിയ ബദലിനേക്ക് സുഹുലത്ത്, കാഫിയ മാറ്റാനുള്ള സൗകര്യം. ഓരോ ഷെയറിലും വ്യത്യസ്ത കാഫിയകൾ ചെയ്യാം. സിർഫ് മദ്ഹബി മൗസുവാത്ത്, മതപരമായ കാര്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാഫിയ ബദലിനേക്ക് സുഹുലത്താണ് ഉത്തരം. അടുത്തത് കുത്തുബ് മുഷ്തരിക്ക മൗസൂ ക്യാ ഹെ, കുത്തുബ് മുഷ്തരിക്ക ഷായർ കോൻ ഹെ. കുത്തുബ് മുഷ്തരിയുടെ ഷായർ നുസ്രത്തി, മുല്ല വജിഹി, ഖവാസി, ഇബ്നു നിഷാത്തി. നമുക്കറിയാം മുല്ല വജിയാണ് കുത്തുബ് മുഷ്തരി എഴുതിയത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുത്തുബ് മുഷ്തരിക്ക ഷായർ മുല്ല വജിഹിയാണ്. 14 കുത്തുബ് മുഷ്തരി കിസ് റുമാനവി കിസ്സെ പെർ ഹെ. കുത്തുബ് മുഷ്തരിയിൽ ആരുടെ പ്രണയ കഥകളാണ് പറയുന്നത് എന്നുള്ളതാണ്. അതിൽ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. എ കൻവറർ മധുമാലതി, സൈഫുൽ മുലൂക്ക്, പരിമലിക്ക, കുലി കുത്തുബ് ഷാ, മുഷ്തരി, ബാദിഷാ, വസീർ. ഉത്തരം വരുന്നത് കുലി കുത്തുബ് ഷയും കുലി കുത്തുബ് മുഷ്തരിയാണ് അതിൽ വരുന്നത്. ഓക്കെ, കുത്തുബ് മുഷ്തരിയിലെ കഥാപാത്രങ്ങൾ. ഈ കുലി കുത്തുബ് എന്ന് പറയുന്നത് മുഹമ്മദ് കുലി കുത്തുബ് ഷായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, 15ാമത്തെ ചോദ്യം. ഇർഷാദ് നാമ കിസ്കി മസ്നവി ഹെ. ഇർഷാദ് നാമ എന്ന് പറയുന്നത് ആരുടേതാണ്? ഷാഹ് മീറാൻജി ശംസുൽ ഷാഖ്, മുഹമ്മദ് ഹുസൈൻ ഗേസൂദ് റാസ് ബന്ദ നവാസ്, ഷാഹ് ബുർഹാനുദ്ദീൻ ജാനം, ഹസ്രത്ത് അമീർ ഖുസ്രു. ഇർഷാദ് നാമ എഴുതിയിട്ടുള്ളത് ഷാഹ് ബുർഹാനുദ്ദീൻ ജാനമാണ്. ഷാഹ് ബുർഹാനുദ്ദീൻ ജാനം ഷാഹ് മീറാൻജി ശംസുൽ ഷാഖിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഖുഷ്നാമൊക്കെ എഴുതിയിട്ടുള്ള ഷാഹ് മീറാൻജി ശംസുൽ ഷാഖിൻ്റെ മകനാണ് ഷാഹ് ബുർഹാനുദ്ദീൻ ജാനം. അദ്ദേഹത്തിൻ്റെതാണ് ഇർഷാദ് നാമ എന്ന മസ്നവി. ഓക്കെ, അടുത്ത ചോദ്യം. ഗുൽഷനെ ഇഷ്ക് കെ കിർദാർ ഹെ. ഗുൽഷനെ ഇഷ്കിലെ കഥാപാത്രങ്ങൾ നമുക്കറിയാം. ഗുൽഷനെ ഇഷ്ക് നുസ്രത്തിയുടെ മസ്നവിയാണ്. മനോഹർ മധുമാലതി, യൂസുഫ് സുലൈഖ, ലൈല മജ്നൂൻ, സൈഫുൽ മുലൂക്ക്, ബദിയുൽ ജമാൽ. അപ്പോൾ ഉത്തരം വരുന്നത് മനോഹർ മധുമാലതിയുടെ ഇതുമാണ് ഗുൽഷനെ ഇഷ്കിലെ കിർദാറുകൾ. 17ാമത്തെ ചോദ്യം. നുസ്രത്തി കി കോൺസി മസ്നവി ബീജാപൂർ കെ സവാൽ കി താരീഖ് ഹെ. നുസ്രത്തിയുടെ ഏത് മസ്നവിയാണ് ബീജാപൂരിൻ്റെ നാശത്തിൻ്റെ ചരിത്രം പറയുന്നത്? അലിനാമ, ഗുൽഷനെ ഇഷ്ക്, താരീഖ് സിക്കന്ദരി, ഇബ്രാഹിം നാമ. ഇതിൽ അലിനാമയും ഗുൽഷനെ ഇഷ്കും താരീഖ് സിക്കന്ദരിയും പിന്നെ നമ്മുടെ നുസ്രത്തിയുടെ മസ്നവികളാണ്. അപ്പോൾ ഇതിൽ പിന്നെ ബീജാപൂരിൻ്റെ സവാൽ പറയുന്നത് ഏത് മസ്നവിയിലാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് താരീഖ് ഇസ്കന്ദരിയാണ്. താരീഖ് ഇസ്കന്ദരിയാണ് നമ്മുടെ ബീജാപൂരിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം. ചന്ദ്രബദൻ വ മഹിയാർ കിസ്കി മസ്നവി ഹെ. ചന്ദ്രബദൻ വ മഹിയാർ എന്നുള്ളത് ആരുടെ മസ്നവിയാണ്? മുഖീമി, റുസ്തമി, നുസ്രത്തി, ഖവാസി. ഉത്തരം വരുന്നത് മുഖീമിയുടേതാണ് ചന്ദ്രബദൻ വ മഹിയാർ. 19ാമത്തെ ചോദ്യം. തൂത്തിനാമ കിസ് ഷായർ കി മസ്നവി ഹെ. തൂത്തിനാമ എന്ന മസ്നവി ആരതാണ്? ഇബ്നു നിഷാത്തി, മുല്ല വജിഹി, നുസ്രത്തി, ഖവാസി. ഓക്കെ, ഉത്തരം വരുന്നത് ഖവാസിയാണ്. 20ാമത്തെ ചോദ്യം. തൂത്തിനാമ ക മൗസു അലി ആദിൽ ഷാ കി ഷുജാത്ത്, വാഖിയ കർബല, തൂത്ത സുനായി ദാസ്താനെ, സൂഫിയാന താലിമാത്ത്. തൂത്തിനാമയിലെ മൗസു എന്ന് പറയുന്നത് തൂത്ത സുനായി ദാസ്താനെയാണ്. 21ാമത്തെ ചോദ്യം. ദക്കനി മസ്നവിയോं की ज़बान पर किन बोलियों का असर था? ദക്കനി മസ്നവികളിൽ ഏത് ഭാഷയുടെ ബോലിക്കാണ് കൂടുതൽ സ്വാധീനമുള്ളതെന്നാണ്? ഹിന്ദ്, ബ്രജ് ഭാഷ, ഫാർസി, അറബി, മക്കാമി ദക്കിനി ബോലിയ, പഞ്ചാബി, സിന്ധി. നമുക്കറിയാം ദക്കിനിയിലെ മസ്നവികൾക്ക് ദക്കിനിയിലെ ഭാഷകൾക്കൊക്കെ ദക്കിനി മക്കാമി ബോലിയായിട്ടാണ് ബന്ധമുള്ളത്. ഓക്കെ, അടുത്തത്. ഖാവർ നാമ ക ഷായർ കോൻ ഹെ. ഖാവർ നാമ മസ്നവി എഴുതിയത് ആരാണ്? മുല്ല വജിഹി, നുസ്രത്തി, ഖാൻ റുസ്തമി, അബ്ദുൽ. മനസ്സിലാക്കി വെക്കുക, ഖാവർ നാമ എഴുതിയത് ഖാൻ റുസ്തമിയാണ്. 23ാമത്തെ ചോദ്യം. ഖാവർനാമ കിസ് ഇസ്ലാമി ഹീറോക്കെ കാർനാമെ ബയാൻ കർത്തി ഹെ. ഖാവർനാമയിൽ ഏത് ഇസ്ലാമിക ഹീറോയുടെ കാർനാമയാണ്, പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കുന്നത് എന്നാണ്? ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി. ഇതിൽ ഉത്തരം വരുന്നത് ഹസ്രത്ത് അലിയാണ്. 24 ബർഖാറുത്ത് കിസ്കി മസ്നവി ഹെ. ബർഖാറുത്ത് ആരുടെ മസ്നവിയാണ്? ഇസ്മായിൽ മിറജി, ചെക്ബസ്, അൽത്താഫ് ഹുസൈൻ ഹാലി, മുഹമ്മദ് ഹുസൈൻ ആസാദ്. ബർഖാറുത്ത് എഴുതിയിട്ടുള്ളത് മൗലാന അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് ബർഖാറുത്ത് എഴുതിയിട്ടുള്ളത്. 25ാമത്തെ ചോദ്യം. ഷിമാലി ഹിന്ദ് കി പഹ്ലി മസ്നവി കിസെ മാനാ ജാത്ത ഹെ. ഷിമാലി ഹിന്ദിലെ ആദ്യ മസ്നവിയായി അറിയപ്പെടുന്നത് ഏതാണ്? സിഹറുൽ ബയാൻ, ഷോലെ ഇഷ്ക്, ബിക്കറ്റ് കഹാനി, ഗുൽസാർ നസീം. ഉത്തരം വരുന്നത് ബിക്കറ്റ് കഹാനിയാണ്. മുഹമ്മദ് അഫ്സൽ എഴുതിയ ബിക്കറ്റ് കഹാനിയാണ് ഷിമാലി ഹിന്ദിലെ ആദ്യ മസ്നവിയായിട്ട് അറിയപ്പെടുന്നത്. നമുക്കറിയാം ഉറുദുവിലെ ആദ്യത്തെ മസ്നവി ദക്കനിലാണ്. അത് കദംറാവുമാണ് ഫഖറുദ്ദീൻ നിസാം എഴുതിയത്. എന്നാൽ ഷിമാലി ഹിന്ദിൽ ആദ്യത്തെ മസ്നവി അറിയപ്പെടുന്നത് ബിക്കറ്റ് കഹാനിയാണ്. 26 മീർസ ഷൗക്ക് കി മസ്നവി കോൻസി ഹെ. മീർസ ഷൗക്കിൻ്റെ മസ്നവി ഏതാണ്? സഹ്റെ ഇഷ്ക്, ബർഖാറുത്ത്, സിഹറുൽ ബയാൻ, മുആമലാത്തെ ഇഷ്ക്. മിർസ ഷൗക്കിൻ്റെ മസ്നവിയാണ് സഹ്റെ ഇഷ്ക്. 27 മിർസ ഷൗക്ക് കി മസ്നവി കോൺസി ഹെ. മിർസ ഷൗക്കിൻ്റെ മറ്റൊരു മസ്നവി ഫരേബെ ഇഷ്ക്, ബർഖാറുത്ത്, ഗുൽസാർ നസീം, മനാജാത്തെ ബേവ. ഫരേബെ ഇഷ്ക് ആണ് ഉത്തരം. 28 മിർസ ഷൗക്ക് കി മസ്നവി കോൺസി ഹെ. ഇവിടെ ചോദിക്കുന്നത് മിർസ ഷൗക്കിൻ്റെ മറ്റൊരു മസ്നവിയാണ് ബഹാറ ഇഷ്ക്, കുത്തുബെ മുഷ്തരി, സിഹറുൽ ബയാൻ, ഷോലെ ഇഷ്ക്. ഉത്തരം വരുന്നത് ബഹാറ ഇഷ്ക്. 29ാമത്തെ ചോദ്യം. കോൻസി മസ്നവി നവാബ് മിർസ ഷൗക്ക് ലഖ്നവി കി നഹി. മിർസ ഷൗക്കിൻ്റെ മസ്നവി അല്ലാത്തത് ഏതാണെന്നാണ്? അപ്പോൾ മിർസ ഷൗക്കിൻ്റെ മസ്നവിയാണ് 3 നൽകിയിട്ടുള്ളത്. ഒന്ന് മാത്രം അദ്ദേഹത്തിൻ്റെതല്ല. ബഹാറ ഇഷ്ക്, സഹ്റെ ഇഷ്ക്, ഫരേബെ ഇഷ്ക്, നിഷാത്തെ ഉമ്മീദ്. നമുക്കറിയാം
മുകളിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കിയ പിന്നെ ഇത് വളരെ എളുപ്പമാണ്. ബഹാറ ഇഷ്കും സഹറ ഇഷ്കും ഫരേബ ഇഷ്കും ഷൗക്കിൻ്റെതാണ്. ഷൗക്കിൻ്റെതല്ലാത്തത് നിഷാത്തെ ഉമീദ്. നിഷാത്തെ ഉമീദ് അൽത്താഫ് ഹുസൈൻ ഹാലിയുടേതാണ്. 30ാമത്തെ ചോദ്യം, അൽത്താഫ് ഹുസൈൻ ഹാലി മസ്നവി को किस मकसद के लिए इस्तेमाल किया? അൽത്താഫ് ഹുസൈൻ ഹാലി മസ്നവിയെ എന്ത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്? സിർഫ് ദാസ്താനി और മാഫൗക്കുൽ ഫിത്രത്ത് വാഖിയാത്ത് ബയാൻ करने के लिए. കേവലം ദാസ്താനുകളും മാഫൗക്കുൽ ഫിത്രത്ത് സൂപ്പർ നാച്ചുറലായ സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി. നമുക്കറിയാം മസ്നവിയുടെ ഒരു സവിശേഷതയാണ് ഇതൊക്കെ. മസ്നവികളിലൊക്കെ മാഫൗക്കുൽ ഫിത്രത്ത് ഒരുപാടുണ്ടാവും. മാഫൗക്കുൽ ഫിത്രത്ത് എന്ന് പറയുമ്പോൾ അതിൽ കഥാപാത്രങ്ങളായിട്ട് ജിന്ന്, ദേവതമാർ, അതേപോലെ തന്നെ പിന്നെ പറക്കുന്ന കുതിര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് മാഫൗക്കുൽ ഫിത്രത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ മസ്നവികളിൽ നമുക്ക് ധാരാളം കാണാൻ പറ്റും. അതേപോലെ തന്നെ ദാസ്താനുകളിലും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാരി ഒരിക്കലും അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇഷ്കിയ റംഗീൻ ബയാനിക്ക് ഫുറൂഖ് എലിയെ, പ്രണയപരമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. സി ഇസ്ലാഹി और അഖ്ലാഖി മഖ്സദ് के लिए, സാമൂഹിക പരിഷ്കരണത്തിനും സ്വഭാവ രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഡി സിർഫ് ദർബാരി ഖിസ്സം और ഷാഹി ഖാൻദാൻ की तारीफ़ के लिए, ദർബാറിലെ കിസ്സകളും അതേപോലെ തന്നെ രാജകുടുംബങ്ങളെ പ്രശംസിക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇസ്ലാഹി और കൗമി മഖാസിദ് के लिए ആണ് ഹാലി തൻ്റെ മസ്നവികൾ എഴുതിയിട്ടുള്ളത്. 31ാമത്തെ ചോദ്യം, നിഷാത്തെ ഉമ്മീദ് കിസ്കി മസ്നവി ഹെ? ഇസ്മായിൽ മിററ്റി, മീർ ഹസൻ, അൽത്താഫ് ഹുസൈൻ ഹാലി, മിർസ ഷൗക്ക്. ഉത്തരം വരുന്നത് നിഷാത്തെ ഉമ്മീദ് അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. 32, കോൺസി മസ്നവി അൽത്താഫ് ഹുസൈൻ ഹാലിക്ക് നഹി ഹെ? അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ മസ്നവി അല്ലാത്തത്. ഇവിടെ തസ്നീഫ് കൊടുത്തിട്ടുണ്ട്. തസ്നീഫ് അല്ല, ഒരു പിന്നെ മസ്നവിയാണ്, ചെറിയ മസ്നവിയാണ്. ഹുബ്ബെ വത്തൻ, നിഷാത്തെ ഉമ്മീദ്, സെഹ്റ ഇഷ്ക്, മനാസിറെ റഹം വ ഇൻസാഫ്. ഇതിൽ അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ മസ്നവി അല്ലാത്തതാണ് ചോദിച്ചത്. നമുക്കറിയാം ഹുബ്ബെ വത്തൻ ഹാലിയുടേതാണ്, നിഷാത്തെ ഉമ്മീദ് ഹാലിയുടേതാണ്, മനാസിർ റഹം വ ഇൻസാഫും ഹാലിയുടേതാണ്. അപ്പോൾ അല്ലാത്തത് സെഹ്റ ഇഷ്ക്. സെഹ്റ ഇഷ്ക് നമ്മൾ മുകളിൽ പറഞ്ഞു, അത് മിർസ ഷൗക്കിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അതിലെ ഓപ്ഷനുകൾ മറ്റു ഓപ്ഷനുകൾ കൂടി ഒന്ന് നോക്കുക, അതാരതാണെന്ന് കൂടി ഒന്ന് മനസ്സിൽ വെക്കുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. 33, മീർ ഹസൻ കി മസ്നവി സിഹറുൽ ബയാൻ का एक अहम किरदार है? മീർ ഹസൻ്റെ വളരെ പ്രശസ്തമായ മസ്നവിയാണ് സിഹറുൽ ബയാൻ. സിഹറുൽ ബയാൻ വളരെ പ്രധാനപ്പെട്ട മസ്നവിയാണ്. അപ്പോൾ അതിലെ കിർദാർ ആരാണ്? ബഗാവലി, ബദറുൽ മുനീർ, മാഹജബീൻ, ലൈല. ഉത്തരം വരുന്നത് ബദറുൽ മുനീർ. ബദറുൽ മുനീറും ബേനസീറുമാണ് മീർ ഹസൻ്റെ മസ്നവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. 34, സാഖിനാമ കിസ്കി മസ്നവി ഹെ? സാഖിനാമ എന്നത് ആരുടെ മസ്നവിയാണ്? അലി സർദാർ ജാഫരി, അലാമ ഇഖ്ബാൽ, അമീർ മീനായി, കൈഫി ആസമി. സാഖിനാമ എഴുതിയത് അലാമ ഇഖ്ബാലാണ്. അലാമ ഇഖ്ബാൽ മസ്നവിയുടെ ഹയത്തിൽ എഴുതിയ നസ്മാണ് സാഖിനാമ. 35ാമത്തെ ചോദ്യം, മസ്നവി സിഹറുൽ ബയാൻ കിസ്കി മസ്നവി ഹെ? അലി സർദാർ ജാഫരി, അലാമ ഇഖ്ബാൽ, മീർ ഹസൻ, കൈഫി ആസ്മി. ഉത്തരം വരുന്നത് മീർ ഹസനാണ്. 36, ബേനസീർ അൽ ബദറുൽ മുനീർ की किस മസ്നവി के किरदार है? ഗുൽസാർ നസീം, സിഹറുൽ ബയാൻ, ഖുഷ്നവാസ്, ഷബോ ഖദർ. ഉത്തരം മനസ്സിലായിട്ടുണ്ടാകും, സിഹറുൽ ബയാനാണ്. 37, കോൺസി മസ്നവി മീർ തക്കി മീർ की नहीं है? മീർ തക്കി മീറിൻ്റെ മസ്നവി അല്ലാത്തത്. ഷോല ഇഷ്ക്, മുഅമലാത്തെ ഇഷ്ക്, ദരിയായ ഇഷ്ക്, സെഹ്റ ഇഷ്ക്. അപ്പോൾ നമുക്കറിയാം സെഹ്റ ഇഷ്ക് എന്ന് പറയുന്നത് പിന്നെ മിർസ ഷൗക്കിൻ്റെതാണ്, നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മീർ തക്കി മീറിൻ്റെ മസ്നവി അല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെഹ്റ ഇഷ്ക് മീർ തക്കി മീറിൻ്റെ അല്ലാന്ന് കണ്ടാൽ പിന്നെ ബാക്കി മൂന്നും ആരുതായിരിക്കും? മീർ തക്കി മീറിൻ്റെതായിരിക്കും. അപ്പോൾ ഷോല ഇഷ്കും മുഅമലാത്തെ ഇഷ്ക്, ദരിയായ ഇഷ്ക്, ഇത് മൂന്നും മീർ തക്കി മീറിൻ്റെ മസ്നവിയാണ്. ഗലത്ത് ജോഡിക്ക് നിശാന്തയി കീജിയ, തെറ്റായ ജോഡി കണ്ടെത്താനാണ്. സെഹ്റ ഇഷ്ക് മൗലാന ഹാലി, സാഖിനാമ മുഹമ്മദ് ഇക്ബാൽ, ഷാഹനാമ ഇസ്ലാം ഹഫീസ് ജാലന്തരി, ബിക്കറ്റ് കഹാനി മുഹമ്മദ് അഫ്സൽ. നമുക്കറിയാം സെഹ്റ ഇഷ്ക് മൗലാന ഹാലി എഴുതിയതല്ല സെഹ്റ ഇഷ്ക്, അപ്പോൾ അത് തെറ്റാണ്. സാഖിനാമ മുഹമ്മദ് ഇക്ബാൽ ശരിയാണ്. ഷാഹനാമ ഇസ്ലാം എഴുതിയത് ഹഫീസ് ജാലന്തരിയാണ്. ബിക്കറ്റ് കഹാനി എഴുതിയത് മുഹമ്മദ് അഫ്സലാണ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്, നമ്മൾ ചോദ്യം ശ്രദ്ധിക്കുക, തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്തത്, ബഗാവലി കിസ് മസ്നവി का किरदार है? സെഹ്റ ഇഷ്ക്, ഗുൽസാർ നസീം, ഗുൽഷൻ ഇഷ്ക്, തൂത്തിയ നാമ. ബഗാവലി എന്നുള്ളത് ദയാശങ്കർ നസീമിൻ്റെ ഗുൽസാർ നസീമിലെ കഥാപാത്രമാണ്. ഗുൽസാർ നസീം കിസ്കി മസ്നവി ഹെ? ദിയാശങ്കർ നസീം, ഹസൻ ഷൗക്കി, ഫായിസ്, ആബറു. ഉത്തരം വരുന്നത് ദയാശങ്കർ നസീമാണ്.